നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമായിട്ട് 2000 രൂപയോ അതിൽ കൂടുതലോ അതിപ്പോൾ 2 കോടി രൂപ വരെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ ആ പൈസ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡയറക്ഷനാണ് ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. ഇതുപോലെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്കുള്ള വീഡിയോകൾ ചൊവ്വ, വ്യാഴം, ഞായർ തീയതികളിൽ തരുന്നതാണ് ഈ റുപ്പിമംഗ് എന്ന് പറയുന്ന ചാനൽ. അതോടൊപ്പം തന്നെ എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള വാട്സപ്പ് സർവീസും ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് 8848030018 നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ അടുത്ത് പ്രായമായിട്ടുള്ള സ്ത്രീയോട് സംസാരിക്കുകയുണ്ടായി. അതായത് ആസ്ക് റുപ്പിമംഗ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തതാണ് അവർ. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് പല ആളുകൾക്കും നമ്മളുടെ കയ്യിലുള്ള പൈസ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല എന്ന് എനിക്ക് അവരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ മിനിമം ഒരു 2000 രൂപ മുതൽ അല്ലെങ്കിൽ 2 കോടി രൂപ വരെയൊക്കെയുള്ള ഒരു അസറ്റുള്ള ഏതാളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് റൂളുകളാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 30 ലക്ഷം രൂപ കടമുണ്ട്. പക്ഷേ മറ്റ് തരത്തിലുള്ള അസറ്റുകൾ, മറ്റു തരത്തിലുള്ള ഇൻകം സ്ട്രീമുകളും അവർക്കുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതിന് അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അസറ്റുകളും ലയബിലിറ്റികളും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആസ്തികളാണുള്ളത്, നിങ്ങളിൽ എന്തൊക്കെ ലയബിലിറ്റികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സമ്പാദ്യവും കൊണ്ട് ഒരു സ്ഥലത്തിടുന്നത് ഗുണം ചെയ്യില്ല. കാരണം എന്താ, കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും കൊണ്ട് പോപ്പുലർ ഫിനാൻസിൽ കഴിഞ്ഞ 2 വർഷം മുൻപ് ഇട്ട ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പലവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ 10-20 വർഷം മുൻപ് ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത മലയാളികളും വഞ്ചിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ. അതേപോലെ ഇപ്പോഴത്തെ കാലത്ത് ഈ കൊറോണയുടെ 1ാം തരംഗത്തിന് ശേഷം യൂട്യൂബർമാരുടെ ഒരു വശീകരിക്കുന്ന തരത്തിലുള്ള ചില ഡെമോൺസ്ട്രേഷനുകൾ കണ്ട് കയ്യിലുള്ള പൈസ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഓപ്ഷൻസ് ട്രേഡിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്ത് കയ്യിലെ 5 പൈസ ഇല്ലാതായിട്ടുള്ള ആൾക്കാരെയും നമുക്കറിയാം. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ട്രൈ ചെയ്യുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെ അസറ്റുകളാണ് നമുക്കുള്ളത്, അതൊക്കെ എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുശേഷം അതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മൾക്ക് പൈസ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് തിരികെ പിടിക്കുന്നതിനായിട്ടുള്ള സമയവും സന്ദർഭങ്ങളും ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡിലോ നമ്മൾ ചെന്ന് പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പൈസ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടുന്നതിന് അല്ലെങ്കിൽ തിരികെ പിടിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, കൂടുതൽ പ്രായമായിട്ടുള്ള ആളുകൾ പരമാവധി ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങോ ഒന്നും ചെയ്യരുത് എന്ന് അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ്. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പോയി ഇടപെടുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാൻ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചിരുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഷെയർ ട്രേഡിംഗ് ഒക്കെ പഠിക്കണം, എങ്ങനെയെങ്കിലും ഈ ഷെയറുകളിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ റിസ്കുകൾ മനസ്സിലാക്കി, അതിൻ്റെ റിട്ടേൺ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലരും ഇപ്പോൾ ആ ഒരു ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം നമ്മളവിടെ വിളിച്ച് പറയാറുണ്ട്, ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി താരതമ്യേന പുതിയൊരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള റെഗുലേറ്ററി ചേഞ്ചസും അതിൽ വരാനുള്ള സാധ്യതയുള്ള കൺട്രോളുകളുമൊക്കെ ഈ അസറ്റിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യരുത്, അതാണ് നമ്മളുടെ സജഷൻ. ഞാൻ പേഴ്സണലി തന്നെ ഇപ്പോൾ ഒരു നമ്മളുടെ ടോട്ടൽ അസറ്റിൻ്റെ ഒരു 2% ഈ ക്രിപ്റ്റോ കറൻസികൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ നിക്ഷേപിക്കാൻ നമ്മൾക്ക് റിസ്ക് എടുക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ
നമ്മൾക്ക് അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കി അല്ലെങ്കിൽ കുറച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. 1, അതിൻ്റെ റിസ്ക്, നമുക്ക് പൈസ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. 2, അതിൽ നിന്ന് കിട്ടാവുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ, എന്തുമാത്രം റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 3, അങ്ങനെ റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് ടാക്സ് കഴിച്ചിട്ടാണോ പൈസ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 കാര്യം ലിക്വിഡിറ്റി, നമ്മൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എന്തുമാത്രം എളുപ്പത്തിൽ നമുക്ക് തിരികെ കിട്ടും എന്നുള്ളത്. അങ്ങനെ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഓരോ നിക്ഷേപത്തിനും ആ കാര്യങ്ങൾ വ്യത്യാസമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സേവിങ്സ് ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് റിസ്ക് താരതമ്യേന കുറവാണ്, റിട്ടേണും കുറവാണ്, വളരെ പെട്ടെന്ന് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി കൂടുതലാണ്. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകം ടാക്സ് ബ്രാക്കറ്റിനനുസരിച്ച് ടാക്സബിൾ ആകും. അങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങളുണ്ട്. ഈ റിസ്കിലും റിട്ടേണിലും ലിക്വിഡിറ്റിയിലും ടാക്സേഷനിലും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിക്ഷേപത്തിന് ഇറങ്ങാം. നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ട് തുടങ്ങണമെന്നാണ് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ സമ്പാദ്യമുള്ള ഒരാൾ ഈ 1 കോടി മൊത്തത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനിയും കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഇൻകം ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു 5 വർഷത്തേക്കൊക്കെ ശേഷമുള്ള പൈസ നമുക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടാമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഈ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ബാക്കിയുള്ള 50 ലക്ഷം FD കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് എല്ലാവർക്കും ഈ റൂൾ അപ്ലിക്കബിൾ ആവണമെന്നില്ല കേട്ടോ. ഈ പേഴ്സണൽ ഗോൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും ഗോളുകളും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള കഴിവിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫിനാൻസ് പ്ലാൻ തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നിക്ഷേപം നടത്തി തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം ചിലപ്പോൾ ചില അസറ്റ് ക്ലാസ്സുകൾ ഉയർന്ന നിലയിലേക്ക് പോകും, ചില അസറ്റ് ക്ലാസ്സുകൾ താഴ്ന്നു പോകും എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2020 പകുതിയോടുകൂടിയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 2022 ഏകദേശം ഈ സമയത്ത് അവർ ഇട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം ഡബിളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് 50 ലക്ഷം രൂപ നിക്ഷേപിച്ച ആൾക്ക് ഇപ്പോൾ 1 കോടി രൂപയുണ്ടാവും. മറ്റേ FD ഫിക്സഡ് ഡെപ്പോസിറ്റ് 50 ലക്ഷം രൂപയ്ക്ക് ആ സമയത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള ആൾക്ക് ഇപ്പോൾ ഒരു കൂടി വന്നാൽ ഒരു 55 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ 1 കോടി 55 ലക്ഷം രൂപയായി വളർന്നു. പക്ഷേ അതിലിപ്പോൾ സ്റ്റോക്കിൻ്റെ അളവ് കൂടിയല്ലേ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്ന് റീബാലൻസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ കൂടിയ ലാഭം കിട്ടിയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ നിന്നും പൈസ പിൻവലിച്ചുകൊണ്ട് മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളിലേക്ക് മാറ്റി നമ്മളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ ഈ പോർട്ട്ഫോളിയോസ് റിവ്യൂ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഒരു ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ആ സ്ത്രീയോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അൺഅറ്റൻഡഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് അവർക്ക് വളരെ സേഫായിട്ട് ഈ ലോണുകൾ ക്ലോസ് ചെയ്യാൻ അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ളൊരു ഇൻകം കൂടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലോ പോലുള്ള ഓപ്ഷനുകളോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഒരിക്കലും ഒരു വൺ ഷോട്ടായിട്ട് ഈ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിലും വൺ ഷോട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുക. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷത്തിനെ നമ്മൾക്ക് മാനേജബിൾ ആയിട്ടുള്ള ലെവലിലുള്ള കാര്യങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പല സമയങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കുന്നതിനായിട്ട്
ഗുണം ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2020 ഫെബ്രുവരിയിൽ, ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, 2020 ഫെബ്രുവരിയിൽ ഒരു 50 ലക്ഷം രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ 2020 ഏപ്രിലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 50 ലക്ഷം രൂപ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 30 ലക്ഷം രൂപയൊക്കെ ആയിട്ട് കുറഞ്ഞേനെ. അപ്പോൾ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചുരുങ്ങിയ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇടത്തരം കാലത്തേക്കൊക്കെയുള്ള ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കിയാണ്, പ്രത്യേകിച്ചും മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഗുണം ചെയ്യും. അപ്പോൾ നമ്മളുടെ അസറ്റ് അലോക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് ഓരോ കാറ്റഗറിയിലും, ഇപ്പോൾ അത് റിയൽ എസ്റ്റേറ്റിലാവാം, ഗോൾഡിലാവാം, അതുപോലെ സ്റ്റോക്കിലാവാം, മ്യൂച്വൽ ഫണ്ടിലാവാം, ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലാവാം, ബോണ്ടുകളാവാം, കടപ്പത്രങ്ങളാവാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിനോട് പുറമെ അതിലേക്കുള്ള പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റ ഷോട്ടിന് മൊത്തം പൈസയും കൊണ്ട് അവിടെ ഇടാമെന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച ഏർപ്പാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ അസറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതും അസറ്റ് റീഅലോക്കേറ്റ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും അതിലേക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒന്നും പ്രധാനമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് ലാഭം കിട്ടുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അതേസമയം തന്നെ നമ്മൾക്ക് ഈ പൈസ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾക്ക് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ മാത്രം ചെയ്യുക. അതായത് ചിലരുണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസികളോ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ ചെന്ന് നടത്തും. എന്നിട്ട് അവർക്ക് അത് കൺവിൻസ്ഡ് ആയി എന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ അത് പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് അതിനെപ്പറ്റി റീതിങ്ക് ചെയ്യുമ്പോൾ പിന്നെ വലിയ ആദിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോയിന്റ്, നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക എന്നുള്ള പോയിന്റിന് പുറമെ നമ്മൾക്ക് അത് അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുമോ എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടല്ല എന്നാണ് ഞാൻ പറയുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ വന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഒരാളൊരു പോളിസി ചേരാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അതിനെപ്പറ്റി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നുള്ള കാര്യം ഗുണം ചെയ്യാറുണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഫിനാൻഷ്യൽ ശീലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അവർക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.